സെക്സ് വർക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് പോലീസ് ആയാലും മീഡിയ ആയാലും പാർട്ടിക്കാരായാലും സാധാരണ ജനങ്ങളായാലും ഇനി ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലായാലും ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ എറണാകുളം ജില്ലയിൽ രാത്രി കാലങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് കാണുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സ് കാറ്റ് കൊള്ളാൻ നിൽക്കണതല്ലല്ലോ, മഴ കൊള്ളാനോ കാറ്റ് കൊള്ളാനോ നിൽക്കണതല്ല. സെക്സ് വർക്കേഴ്സ് എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലാണ് ട്രാൻസ്ജെൻഡേഴ്സ്. പകൽമാന്യന്മാരാ വരുന്നത് ഏത് കാര്യത്തിനും. ഈ ഒരു വിഭാഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം എന്താണ്, സങ്കടം എന്താണ്? ആദ്യം നമ്മൾ ട്രാൻസ് വുമൻ ആവുന്നുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് വലിയ സന്തോഷമാണ്. അത് മനസ്സിൽ കൊണ്ട് നടന്ന് അത് പുറത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സ്ത്രീകൾ പോകുമ്പോൾ കുണുങ്ങി പോകുമ്പോൾ സ്ത്രീകളുടെ അടുത്തിരുന്ന് പെരുമാറി പുരുഷന്മാരുടെ അടുത്ത് അകന്ന് നിൽക്കുകയുള്ള രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പകുതി വശം കാണിച്ചിട്ടുള്ളൂ, പകുതി വശം കാണിച്ചിട്ടുള്ള തെറ്റ് വ്യക്തമായിട്ട് ഒരു ഫുള്ളൊരു ഫിലിം പോലെ കാണിച്ചാൽ എല്ലാവർക്കും ബോധ്യമാകും. പക്ഷെ ആദ്യം ട്രാൻസിന്റെ കുറെ ക്ലിപ്പുകൾ മാത്രം അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു, തുണി അഴിക്കുന്നു, കൈ പൊക്കുന്നു, തല്ലുന്നു, എറിയുന്നു, പിടിക്കുന്നു, ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം എനിക്ക് കൊണ്ടായിട്ട് ഞാൻ ഈ മീഡിയയിൽ കാണാനില്ല. നമസ്കാരം. സമൂഹത്തിൽ ഒറ്റപ്പെടലുകൾ അനവധിയായി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ് വിമൻ വിഭാഗം. എന്നോടൊപ്പം ട്രാൻസ് വിമനായ ഒരാൾ ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് അക്ഷയ. അക്ഷയ, എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? നമുക്ക് കയറി കിടക്കണം ഒരു നേരത്തെ അന്നം. കയറി കിടക്കാടോ എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും 3 സെൻറ്റ് പേരിടം കിട്ടിയാൽ നമ്മളത് ഒരു കൂടം വെച്ചെങ്കിലും കിടക്കണമെന്ന് താല്പര്യമുണ്ട്. അത് കിട്ടണമെങ്കിൽ വളരെ സന്തോഷം. ഈ ഒരു നമ്മുടെ സ്വത്വം തിരിച്ചറിഞ്ഞത് എത്രാം വയസ്സിൽ? ഞാനൊരു 5 വയസ്സിൽ എൻ്റെ ഇതായിട്ട് എനിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു 20 വയസ്സായപ്പോഴത്തേക്കാണ് ഞാൻ ഫുള്ള് ഒരു സ്ത്രീ എന്നുള്ള ഒരു മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നോ അത് പ്രകടിപ്പിക്കുമായിരുന്നോ? അത് മനസ്സിൽ കൊണ്ട് നടന്ന് അത് പുറത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സ്ത്രീകൾ പോകുമ്പോൾ കുണുങ്ങി പോകുമ്പോൾ സ്ത്രീകളുടെ അടുത്തിരുന്ന് പെരുമാറി പുരുഷന്മാരുടെ അടുത്ത് അകന്ന് നിൽക്കുകയുള്ള രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇത്തരത്തിലൊരു സ്വത്വം മനസ്സിലാക്കി മാറാൻ ശ്രമിച്ചപ്പോൾ എത്രത്തോളം ദുരനുഭവങ്ങളുണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അനാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇന്നൊക്കെ നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ ഫുൾ സർജറിയും കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പെണ്ണായിട്ട് ജീവിക്കുന്നുണ്ട്. വീട്ടിലെല്ലാം അംഗീകരിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഇപ്പോൾ വീട്ടിൽ പോകുന്നു. ഇപ്പോൾ ചേട്ടത്തി ഇന്നലെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നില്ല. ഈ വേഷത്തിൽ തന്നെ പോകണത്. നമ്മൾ ഈ പണ്ട് ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ നമ്മൾ ആൺകുട്ടിയായിട്ടാണ് വന്നത്. ആൺകുട്ടിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരാൾ പെട്ടെന്നൊരു സ്ത്രീ വേഷത്തിലേക്ക് സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവരെങ്ങനെ ഉൾക്കൊള്ളും? സുഹൃത്തുക്കളായിട്ട് നമ്മളായിട്ടൊരു ബന്ധമില്ല. അത് നമ്മൾ ട്രാൻസ് ആയിട്ടുള്ള ഒരു അവരുമായിട്ടാണ് കൂടുതൽ സഹകരണം. ഈ ഒരു വിഭാഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം എന്താണ്, സങ്കടം എന്താണ്? ആദ്യം നമ്മൾ ട്രാൻസ് വുമൻ ആവുന്നുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ഈ ട്രാൻസ് എല്ലാം കൂടെ ഒരു കമ്മ്യൂണിറ്റിയായി ഒത്തുകൂടി ഒരു ഈവൻ്റ് ആയിരുന്നാലും ഒരു ഓണപരിപാടി ആയിരുന്നാലും ആറ്റുകാൽ പൊങ്കാല ആയിരുന്നാലും എവിടെ ആയിരുന്നാലും ഏത് ക്ഷേത്രത്തിലായാലും നമ്മൾ ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം. അതിനൊക്കെ തന്നെ കൊറ്റക്കുളങ്ങര വിളക്കെടുപ്പ് അതും കൂടെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനേക്കാളും നല്ലൊരു സന്തോഷമാണ്. അന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ നല്ലൊരു സന്തോഷം നല്ലതായിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളിങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വരുമ്പോഴാണ് നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവുക? എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ എറണാകുളത്ത് നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ 3 ആളും കൂടെയാണ് ഒരുമിച്ച് വന്നത്. എന്താ പേര്? ടീന. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല? ഇല്ല. നമ്മളിപ്പോൾ 2 പേരുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിച്ച് ലാളിച്ച് നമ്മളെ പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടല്ലേ നടക്കുന്നത്. വടി
എപ്പോഴെങ്കിലും നിങ്ങൾ ഈ കൂട്ടമായിട്ട് പോകുമ്പോൾ, ഒറ്റയ്ക്ക് പോകുമ്പം അതിക്രമം ഉണ്ടായെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ചിലപ്പം അതിനെ നേരിടേണ്ടി വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കൂട്ടമായിട്ട് പോകുന്ന ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഞങ്ങൾ എന്താ ആ സിറ്റുവേഷൻ എന്താണോ അതായിരിക്കും, ആ സാഹചര്യത്തിനൊത്തായിരിക്കും മാക്സിമം ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളാണ്. കാരണം മറ്റുള്ള വ്യക്തികൾ ഞങ്ങളുടെ അടുത്ത് വന്ന് എന്തൊക്കെ മോശമായി പറഞ്ഞാലും ചിത്രീകരിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് മീഡിയക്കാർ അത് മൊത്തം പരത്തുന്നത് സീരിയസ്ലി ഞങ്ങൾക്ക് നെഗറ്റീവായുള്ള രീതിയിലാണ്. ഞങ്ങൾക്ക് നെഗറ്റീവായ രീതിയിലായിരിക്കും പിന്നീട് വരുന്നത്. ഓരോ ക്ലിപ്പ് ചിലപ്പോൾ ആണെങ്കിൽ അവൻ തല്ലിയതിന് ശേഷമായിരിക്കും ഞാൻ തിരിച്ച് അവനെ തല്ലും. പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നത് ഞാൻ തല്ലിയ ഒരു പോസ്റ്റ് ആയിരിക്കും, അതായിരിക്കും നിങ്ങളിട്ട് റീച്ച് ആക്കണത്. പക്ഷേ അത് നമുക്കാണ് കുറ്റങ്ങൾ വരുന്നത്. തീർച്ചയായും എനിക്ക് ഉണ്ടായിട്ടില്ല, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്, പല അനുഭവങ്ങളും ഉണ്ടായിട്ടാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പകുതി വശം കാണിച്ചിട്ടുള്ളൂ, പകുതി വശം കാണിച്ചിട്ടില്ല. ഉണ്ടായെന്ന് വ്യക്തമായിട്ട് ഒരു ഫുള്ളൊരു ഫിലിം പോലെ കാണിച്ചാൽ എല്ലാവർക്കും ബോധ്യമാകും. പക്ഷേ അവിടെ കാണിച്ചതെന്ന് മുഴുവനും ട്രാൻസ്ജെൻഡേഴ്സ് കാണിച്ചു കൊടുക്കുന്ന അഭ്യർത്ഥനകളാണ് കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ അറിയാം. ഇപ്പം ഞാൻ പറയാം, സാറ് ഒരു വഴി കൂടി പോകണം, ഒരാൾ ചേട്ടനെ സാറ് തല്ലിയെന്ന് വെച്ചോ, സാറ് ചിലപ്പോൾ കൊണ്ടുപോകും. പിറ്റേ ദിവസം അതേ ആളിന് സാറിനെ തല്ലാന്നിട്ട് സാറൊന്ന് രൂക്ഷമായിട്ട് പ്രതികരിക്കും. സാറിന് എന്താ പറയുക, വേറെ ആളും ഹെൽപ്പ് ചെയ്യാനില്ല, മൂന്നാമത് തല്ലാന്നിട്ട് സാർ എന്ത് ചെയ്യും? അത് തന്നെയാണ് സംഭവിച്ചത്. ഏതൊരു വ്യക്തിയും, ഒരു ട്രാൻസ് ആയിക്കോട്ടെ, നോൺ കമ്മ്യൂണിറ്റി ആയുള്ള വ്യക്തികളായിട്ട് ആരായിക്കോട്ടെ, ഒന്നോ രണ്ടോ തല്ലുകൊള്ളു. മൂന്നാമത് ഒരാണായാലും പെണ്ണായാലും ട്രാൻസായാലും കൊള്ളാൻ നിൽക്കില്ല. ശരിക്കും കൊട്ടാരക്കരയിൽ സംഭവിച്ചത് നിങ്ങളോടുള്ള ക്രൂരമായ അതിക്രമത്തിന് ശേഷമാണ് നിങ്ങൾ പ്രതികരിച്ചത്. അതെ, അതുകൊണ്ടാണ്. പക്ഷേ ഒരു ചാനലുകൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഇല്ലല്ലോ. അതിനായിട്ട് സാറ് ഞാൻ പറയട്ടെ, ഈ കൊട്ടാരക്കരയിലെ സംഭവം മാത്രമല്ല, കേരളത്തിൽ അങ്ങോ ഇങ്ങോ നടക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം ട്രാൻസിന്റെ കുറെ ക്ലിപ്പുകൾ മാത്രം. അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, തുണി അഴിക്കുന്നു, കൈ പൊക്കുന്നു, തല്ലുന്നു, എറിയുന്നു, പിടിക്കുന്നു, ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു കുറ്റം രണ്ടു പ്രാവശ്യം അടി കൊള്ളാൻ നേരത്ത് മൂന്നാമത് ഞാൻ തിരിച്ചല്ലേ. ഈ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എനിക്ക് കൊണ്ടടി ഞാൻ മീഡിയയിൽ കാണാനില്ല. അതൊന്നും ചെയ്തില്ല. അതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു എന്താ പറയാ, ഒരു സെക്സ് വർക്കേഴ്സ് എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഞാൻ ചോദിക്കുകയാണ് പ്രതികരണ ശേഷി ഉള്ളവരുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഈ സെക്സ് വർക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. മെയിലായിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ള ആൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ടാർഗറ്റ് ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ്. ഇല്ലേ? എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട്. എറണാകുളം നഗരത്തിന്റെ മുഖ്യ ഭാഗങ്ങളിലല്ല, അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉണ്ട്. അപ്പൊ എറണാകുളത്തിന് കാരണം എറണാകുളം ജില്ലയിൽ പല ജില്ലയിലും ആളുകൾ വന്നാണ് ജീവിക്കുന്നത്. കാരണം മെട്രോ സിറ്റിയാണ്, ആർക്കും വരാൻ നിൽക്കാം, താമസിക്കാം, ജീവിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എറണാകുളംകാരിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു ബാധകമല്ല. കാരണം എറണാകുളം ജില്ലയിൽ ഓൾമോസ്റ്റ് അന്യ ജില്ലക്കാരാണ് വന്ന് ബിസിനസ് ചെയ്തും അല്ലെങ്കിൽ എന്താ പറയുക ജോലി ചെയ്തും ജീവിക്കുന്നത്. എന്ന പോലെ ഒരു ഭാഗം ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് ജീവിക്കുന്നുണ്ട്. അതൊരു സ്വാഭാവികമായ കാര്യമാണ്, അല്ലാണ്ട് എറണാകുളം ജില്ലയിൽ മാത്രം എടുത്ത് പറയരുത്. എപ്പോഴും ഇതാണ് പറയുക, മീഡിയയുടെ കാര്യങ്ങൾ വരുന്നത്. ഒരു ജില്ലയിൽ എന്തൊരു ബ്ലോഗായാലും എന്ത് കാര്യങ്ങളായാലും മീഡിയയിൽ എടുത്ത് പറയാൻ നേരത്തെ എറണാകുളം ജില്ലയിൽ പാലത്തിന്, പ്രത്യേകിച്ച് പറഞ്ഞ പാലാരിവട്ടം ഒരു പാലത്തിനടി. ഈ പാലം എന്ന് പറഞ്ഞ സംഭവം ഒന്നൊന്നുമല്ല പാലമുള്ളത്, പല പാലങ്ങളുണ്ട്. മിക്കവരും പറയാൻ എന്താണ്, അങ്ങ് പാലാരിവട്ടത്ത് കണ്ടല്ലോ ചേച്ചിനെ, അല്ലെങ്കിൽ പാലത്തിനടി കണ്ടല്ലോ എന്ന് പറയുള്ളൂ. ഒരു മനുഷ്യൻ വേറെ വഴികളൊന്നും പറയാറില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം കൊടുക്കുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അവസാനത്തെ പിടിവള്ളിയായിരിക്കും. നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ ശരിക്കും സംരക്ഷണം കിട്ടുന്നുണ്ടോ? ഈ പറയണ പോലെ സംരക്ഷണം എന്നുള്ളത് നമുക്ക് ഒരു 100-ൽ എന്നെ സംബന്ധിച്ച് 80% ഞാൻ തന്നെയാണ് എന്നെ സംരക്ഷിക്കുന്നത്. പിന്നെ അതിൽ 20% മാത്രമായിരിക്കാം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വരുന്നത്. ചിലവർക്ക് ചേർത്ത് വെക്കാൻ പറ്റില്ല, എല്ലാവരും വിവിധ രീതിയിലുള്ള സ്വഭാവക്കാരാണ്. ചിലവർക്ക് അത് ചേർത്ത് നിൽക്കാൻ പറ്റില്ല. ചിലവർ അതിനെ എതിർക്കുമ്പോൾ ആയിരിക്കും കൂടുതലും വരുന്നത് അവളങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ദൂഷണങ്ങൾ വരുന്നത്. ചിലപ്പോൾ സാർ ഇപ്പോൾ എൻ്റെ അടുത്ത് മോശമായി പെരുമാറുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരാന്നേരം സാറ് മറ്റുള്ളവർ ആ കുട്ടി എന്തെങ്കിലും പോയി നിൽക്കുമ്പോൾ സാറ് പറയുന്നത് അതിൻ്റെ സ്വഭാവം കൊള്ളില്ല. മനസ്സിലായോ? ഇതാണ് ഇവിടുത്തെ ചിത്രീകരണം. അതാണ് എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡേഴ്സ്. ഒരു കാര്യം, ഈ അമ്മമാരെന്ന് പറയണേ എന്തോരം കുട്ടികളെ കൊല്ലുകയും കുട്ടികളെ മോശമായ രീതിയിൽ അഴിച്ചുവിടുന്ന അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പ്രസ്താവനയിൽ വന്നില്ലല്ലോ, ഇല്ലേ? ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ ടാർഗറ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം നേരിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഒരു വ്യക്തിയാണ്, എനിക്ക് അങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ സമൂഹം അല്ലെങ്കിൽ എൻ്റെ
കൂടപ്പിറപ്പുകൾക്ക് വരുന്നതെല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇത്രയും പ്രതികരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു പോലീസുകാർ എന്നെ മോശമായി പറയാനോ അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടാക്കി എന്നെ അകത്താക്കാനോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ വരാൻ നേരത്തെ എപ്പോഴും വന്നത് ടാർഗറ്റാണ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് പോലീസായാലും മീഡിയ ആയാലും പാർട്ടിക്കാരായാലും സാധാരണ ജനങ്ങളായാലും ഇനി ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലായാലും ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കണേന് അതൊരു രസമാണ്. നമ്മൾ ചിലപ്പോൾ റോഡിൽ പോണ ഒരു പട്ടീനെ കല്ലെറിയുമ്പോൾ അത് കുരക്കുമ്പോഴോ കടിക്കാൻ മറിയിടുമ്പോൾ നമുക്കത് രസമല്ലേ എന്ന പോലെയാണ് എല്ലാവർക്കും സമൂഹത്തിന് ഞങ്ങളിങ്ങനെ കുത്തി നോക്കിക്കുമ്പോഴും ഞങ്ങളെ എന്തെങ്കിലും മോശമായി ചിത്രീകരിക്കുമ്പോൾ ചുമ്മാ നടന്നു പോവുകയാണെങ്കിൽ പോലും ആൾ മറ്റേ മറിച്ചാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. ഞാൻ ചോദിക്കണത് ഈ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഈ ഗാലറിയിൽ ഇരുന്ന് ഞങ്ങളെ കളിയാക്കണത് പുരുഷവർഗ്ഗങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ എറണാകുളം ജില്ലയിൽ രാത്രി കാലങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് കാണുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സ് കാറ്റ് കൊള്ളാൻ നിൽക്കണതല്ലല്ലോ, മഴ കൊള്ളാനോ കാറ്റ് കൊള്ളാനോ നിൽക്കണതല്ല. അവരുടെ അടുത്ത് വരുന്നത് ഏത് വ്യക്തികളാണ്? ഈ ഗാലറിയിൽ നിന്ന് ആണ് ഞങ്ങളുടെ അടുത്ത് ഈ പറയണ നിങ്ങൾ പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിൽ റോഡരി കാണുന്ന വ്യക്തികളുടെ അടുത്ത് വന്നത്. അതായത് നിങ്ങളുടെ അപ്പൊ ആർക്കും കുറ്റം പറയാനും ക്രൂശിപ്പിക്കപ്പെടാനുള്ള യോഗ്യത ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ആണായാലും പെണ്ണായാലും ഇനി ട്രാൻസ് സമൂഹം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഒരാൾക്കും ഒരു യോഗ്യത ഇല്ല. യോഗ്യത ഉള്ള ഒരാൾ വരട്ടെ, എനിക്ക് യോഗ്യത ഉണ്ട് നിങ്ങളെ കുറ്റം പറയാന്ന് പറഞ്ഞ് മുന്നോട്ട് എല്ലാം കൊണ്ട് 100% ഞാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ യോഗ്യനാണെന്ന് പറഞ്ഞ ഒരു വ്യക്തി വരട്ടെ, ഒരേ ഒരു വ്യക്തി വരട്ടെ, ആ വ്യക്തി പറയട്ടെ. ഞാൻ പകൽമാന്യന്മാരെന്ന് പറയപ്പെടുന്ന പകൽമാന്യന്മാരാ വരുന്നത് ഏത് കാര്യത്തിനും അതിലേക്കാണ് വരുന്നത്. പൊതുയിടങ്ങളിൽ നിങ്ങളെ വളരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, വളരെ മാന്യത നടിക്കുന്ന ആളുകൾ നിങ്ങളെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിലുള്ളവരെ തേടി വരാറുണ്ടോ? അതല്ലേ നടക്കണത്, അതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞത്. അതല്ലേ ഗാലറിയിൽ ഇരുന്ന് കളിക്കുന്നവരാണ് ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ എന്തിനാണ് രാത്രി കാലങ്ങളിൽ റോട്ടിൽ ഇറങ്ങിയിരിക്കണേ സാറെന്ന് പറഞ്ഞേ? നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങളെ ആരെങ്കിലും സഹായിക്കാം? ഒത്തിരി പേരുണ്ട് സഹായിക്കുന്ന, ഒത്തിരി സഹാനുഭൂതിയുള്ള മനുഷ്യരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. 100% ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. നമ്മൾക്ക് സഹാനുഭൂതിയുള്ളവരും കൈയഴിഞ്ഞ് സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും ചേർത്ത് നിൽക്കുന്ന സമൂഹവും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു ചടങ്ങിലാണ് ഇത് തന്നെ നോക്കൂ. സുരേഷ് ഗോപി നിങ്ങളുടെ സർജറിയുമായി ബന്ധപ്പെട്ടൊരു സഹായം ചെയ്തു. നിങ്ങളെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. ഞാനൊരു നർത്തകിയാണ്, ഞാനൊരു അധ്യാപികയാണ്. ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയൊരു പുരസ്കാരവും അംഗീകാരമാണ്. അപ്പോൾ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയുന്നില്ലല്ലോ, നമുക്ക് ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. എല്ലാത്തിനും പറയുന്നത് 100%, 80, 60. ഇപ്പം നിങ്ങൾക്കൊരു ഷെൽട്ടർ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച ഇവിടെ നടന്നു. തീർച്ചയായിട്ടും ശരിക്കും അങ്ങനെ ഒരു ഷെൽട്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ ഷെൽട്ടർ വേണ്ടേ? ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എറണാകുളം മെട്രോ ഷെൽട്ടർ ഒരു വാടകയ്ക്ക് ഒരു ഞങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല എമൗണ്ട് വേണ്ട ഒരു വ്യക്തികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷെൽട്ടർ ഹോം ഉണ്ടെങ്കിൽ വാടക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട് തരാൻ ആളുകൾ തയ്യാറാവുന്നു. ഭയങ്കര പ്രയാസമാണ്. ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും? ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ഐഡന്റിറ്റിയിൽ നമ്മൾ വീടെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. അവർ അയ്യോ ട്രാൻസ്ജെൻഡേഴ്സ് തരില്ല, നിങ്ങൾ പ്രശ്നക്കാരാണ്. അങ്ങനെയുള്ളവരുണ്ടോ? ഞങ്ങൾ പ്രശ്നക്കാരാണ്. ഞങ്ങൾ പ്രശ്നക്കാരല്ല, അവര് പ്രശ്നം പറഞ്ഞുണ്ടാക്കുന്നത്. ഫ്ലാറ്റിൽ നിന്ന് തന്നെ കഞ്ചാവിനും മയക്കുമരുന്നും ഈ MD മറ്റുള്ള രീതിയിൽ പിടിച്ചിറക്കി കൊണ്ടുപോകണം നമ്മൾ കാണാറുണ്ട് അതേ ഫ്ലാറ്റിൽ നിന്ന്. അപ്പം ടാർഗറ്റ് ഞാൻ പറയല്ലേ, ഇതിനെല്ലാത്തിലും ലക്ഷ്യം ഒരു ടാർഗറ്റ്, ഒരു 3-ാം വിഭാഗം എന്ന് പറഞ്ഞ് അറിയപ്പെട്ട കാലം തൊട്ട്. ഇത് ചരിത്രങ്ങൾക്കും പുരാണങ്ങൾക്കും മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികളുടെ ഒരു 100 ട്രാൻസ്ജെൻഡിങ് ഒറ്റപ്പെടാറല്ല, ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്വത്വം വെളിപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ്. അക്സെപ്റ്റ് ചെയ്യുക, അവരെ ആ സ്വത്വത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുക, വളർത്തി നമ്മുടെ സാധാരണ സ്ത്രീകളെ പുരുഷന്മാരെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വെളിയിലോട്ട് പുറപ്പെട്ട് വന്ന് ഇത്തരം മറ്റുള്ള മേഖലകളിലോട്ട് പോകാതെ സാധാരണ സ്ത്രീകളും കുട്ടികളൊക്കെ പുരുഷന്മാരൊക്കെ ജീവിക്കുന്നവരൊക്കെ ജീവിക്കാൻ സാധിക്കും. ഈ സെക്സ് വർക്കർ എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തൽ തന്നെയാണല്ലോ നമ്മളെ സമീപിക്കുന്നത്. ഒരു സെക്സ് വർക്കിന് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ വർക്ക് എടുക്കാൻ ആളില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പകൽമാന്യന്മാരെന്ന് പറഞ്ഞ് ചമയുകയും ഈ സോഷ്യൽ മീഡിയ വഴി കമൻ്റ് ഇടുകയും സോഷ്യൽ മീഡിയ വഴി കളിയാക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് സൂര്യൻ്റെ മറവിലും ഇരുട്ടിലും നമ്മളെ സമീപിക്കുകയും
നമ്മളോടൊപ്പം അവർ സെക്സിൽ ആസ്വദിക്കുകയും ചെയ്യുന്നത്. അതിലിപ്പോൾ ഒരു കുറ്റം പറയാൻ കാര്യമില്ല. കേരള സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഈ വിഭാഗത്തിലുള്ള ആളുകൾ നമ്മൾ പണം കൊടുത്തില്ല ഉപദ്രവിക്കാറുണ്ട്. പക്ഷെ അത്തരത്തിലൊരു കാഴ്ച കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, കേരളത്തിൽ അത്ര ഒരു കൾച്ചറുകൾ ഫോളോ ചെയ്യുന്നില്ല ആരും. വടക്കേ ഇന്ത്യ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹിജഡ കൾച്ചർ എന്നൊരു കൾച്ചർ ഐഡൻറ്റിറ്റി ഉണ്ട്. കൾച്ചർ ഫോളോ ചെയ്ത് അവിടെ ജീവിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊരു ജീവിതമാർഗം എന്ന് പറയുന്നത് ഭിക്ഷാടനവും ഈ ബദായിയും മറ്റ് മാർഗങ്ങളില്ല. അത് പിടിച്ചു പറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പൈസ ചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രകർശനം മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ കൾച്ചറുകളും അത്തരത്തിലുള്ള ജീവിത രീതികളും നയിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു ജീവിത രീതി ഇല്ല, അത്തരത്തിലുള്ള കൾച്ചർ ഐഡൻറ്റിറ്റി ഇല്ല. അക്ഷര, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കാനുള്ള ഒരവസരം നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. എത്രാമത്തെ വയസ്സിലാണ് ഈ സ്വത്വം തിരിച്ചറിഞ്ഞത്? സ്വപ്നം തിരിച്ചറിഞ്ഞിട്ടൊരു ഏകദേശം ഒരു വയസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-16 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ സാഹചര്യം നമുക്ക് പുറത്ത് പോകാനുള്ള ഒരു വിസിബിലിറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചാടിയത്. അതിനു മുമ്പ് ഇത് തിരിച്ചറിഞ്ഞൊരു ഘട്ടത്തിൽ ബന്ധുജനങ്ങളോട് പറയുകയോ അല്ലെ വീട്ടിൽ പറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നൊരു അവസ്ഥ എന്തായിരുന്നു? അല്ല, പ്രത്യേകിച്ച് വീട്ടുകാരോട് ഞാനങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. നമുക്ക് വീട്ടിൽ കുറച്ച് പ്രൈവസി കൂടുതലായിരുന്നു. അച്ഛനോടായിരുന്നാലും അമ്മയോടായിരുന്നാലും ബന്ധക്കാരായിരുന്നാലും അവർ എനിക്ക് മുമ്പേ അവർക്കത് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു, അതായത് എൻ്റെ ഉള്ളിലൊരു സ്ത്രീത്വം ഉണ്ടെന്നുള്ളത് എനിക്ക് മുമ്പേ അവർക്ക് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ വലുതായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സർജറി കഴിഞ്ഞു? അതെ, എൻ്റെ ഫുൾ സർജറി എല്ലാം കഴിഞ്ഞു ശരിക്കും ഒരു സ്ത്രീ ആയിട്ട് മാറി. അപ്പോൾ എന്ത് തോന്നി? സാധാരണ സർജറി കഴിഞ്ഞ് പൂർണ്ണ സ്ത്രീ ആയപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീയെ പോലെ സമൂഹത്തിൽ ജീവിക്കാൻ പണ്ട് നമ്മളെങ്ങനെ ആഗ്രഹിച്ചുവോ അതുപോലെ ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള കമ്മ്യൂണിറ്റിയെ പലരും പല രീതിയിലാണ് കാണുന്നത്. അവർക്ക് വേണ്ടത്ര പ്രാധാന്യമോ അവർ സമൂഹത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സഹജീവികളാണെന്നുള്ള ഒരു ധാരണ പ്രത്യേകിച്ച് കേരളത്തിൽ സമൂഹത്തിനുണ്ടായിട്ടില്ല. നോക്കൂ, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പണ്ട് ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിലും പല ആളുകളും പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ആ ഉള്ളിലുള്ള വികാരം എന്താണ് അല്ലെങ്കിൽ അവരുടെ വിചാരം എന്താണ് അത് വെളിയിൽ അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ യങ്ങർ ജനറേഷൻ എന്ന് പറയുമ്പം അവർക്ക് അറിയാം അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ വ്യക്തിത്വം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ആൺപെൺ ജാതി എന്ന് പറയുന്ന ആ രണ്ട് വിഭാഗമാണെങ്കിലും അതിനിടയ്ക്ക് ഇതുപോലെ വിമിഷ്ടം അനുഭവിക്കുന്നുണ്ടെന്നും അപ്പോൾ അവർക്ക് ഏതാണോ അവരുടെ ആ മാനസികമായിട്ടുള്ള അവരുടെ ആഗ്രഹപ്രകാരം ഏതിലോട്ട് മാറണം എന്നുള്ളത് അവരുടെ അവകാശമാണ്.